പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് ഞാനിപ്പോ പറയാൻ പോകുന്നതൊന്നും അംഗീകരിക്കാനാവില്ല. വെറുതെ തള്ളാതെ നമുക്ക് കണക്കുകൾ തന്നെ നോക്കാം. ഇവിടെ മാറി മാറി ഭരിച്ച UDF-ഉം LDF-ഉം നമുക്ക് തന്നത് എന്താണ്? അമ്പരപ്പിക്കുന്ന വികസനമാണോ? അല്ല, ലക്ഷക്കണക്കിന് കോടിയുടെ കടം. ഓരോ മലയാളി കുഞ്ഞും ജനിക്കുന്നത് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായിട്ടാണെന്നാണ് ചുരുക്കം. ഇനി BJP ഭരിക്കുന്ന ഉത്തർപ്രദേശോ ഗുജറാത്തോ നമുക്ക് നോക്കാം. അവിടെ GDP ഗ്രോത്ത് കുതിക്കുകയാണ്. UP ഇന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഇക്കണോമിയായി മാറാൻ മത്സരിക്കുന്നു. ഗുജറാത്തിന്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമ്മളെപ്പോലെയുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അവിടെയൊക്കെ നിക്ഷേപങ്ങൾ ഒഴുകുന്നുണ്ട്. ഹൈവേകളും ഇൻഫ്രാസ്ട്രക്ചറും മിന്നൽ വേഗത്തിലാണ് വരുന്നത്. തൊഴിലവസരങ്ങൾ കുമിഞ്ഞുകൂടുന്നു. എന്നാൽ ഇവിടെയോ കിറ്റും പ്രസംഗവും വിതരണം ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്നു. അതൊക്കെ കേട്ട് കണ്ണുതല്ലാം വേറെ ചിലരും. പോട്ടെ, പുരോഗമനം എന്ന് പറഞ്ഞ് വലിയ വർത്തമാനം പറയുന്ന ഈ മുന്നണികൾ കേരളത്തെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആക്കി മാത്രമാക്കി മാറ്റി. ഇവിടെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ നോക്കുകൂലിയും രാഷ്ട്രീയ പിരിവും കൊടുത്ത് മടുക്കണം. യുവാക്കളൊക്കെ നാട് വിടുന്നു. പക്ഷെ നേതാക്കൾക്ക് വികസനം എന്നാൽ വിദേശയാത്രയും ആഡംബരവും കടം വാങ്ങലുമാണ്. കടം കയറി മുടിഞ്ഞ കേരളമാണോ അതോ വികസനം കൊണ്ട് കുതിക്കുകയാണോ വേണ്ടത് എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്.